ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോണിലെ ഫോട്ടോകൾ എങ്ങനെ PDF ആക്കി മാറ്റാമെന്നാണ് പറയാൻ പോകുന്നത്. ഇതിനായി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് PDFO എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് PDFO എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായി ഓപ്പൺ ചെയ്ത് വരുന്ന ആപ്ലിക്കേഷനാണിത്. ഫോട്ടോ ടു PDF എന്നാണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ പറയാവുന്നത്. അതിനുശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫോണിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത്. ഏകദേശം 11 MB ആണ് ഇതിൻ്റെ മെമ്മറി സ്പേസ് വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മുമ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള PDF ഫയലുകൾ കാണിച്ചു തരും. അതിനുശേഷം പുതിയത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ചൂസ് ഫോട്ടോ എന്ന് കാണുന്നു. രണ്ട് രീതിയിൽ ചൂസ് ചെയ്യാം. ഒന്ന്, ഒരു ക്യാമറ ഉപയോഗിച്ച്, ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് പുതിയ ഫോട്ടോകൾ നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ ഗാലറിയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചും PDF ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഗാലറി ക്ലിക്ക് ചെയ്ത് ഗാലറിയിലെ ചിത്രങ്ങൾ എടുക്കാം. ഗാലറി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഗാലറിയിലെ ചിത്രങ്ങളാണ് എനിക്കിവിടെ ഓപ്പണായി വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ കുറച്ച് ചിത്രങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു 8 ചിത്രങ്ങൾ ഞാൻ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നു. ദെൻ മുകളിൽ സെലക്ട് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ഇത് PDFO എന്ന ആപ്ലിക്കേഷൻ്റെ ഓപ്പണായി വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 ചിത്രങ്ങൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ആ ചിത്രം ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എഡിറ്റിംഗ് വിൻഡോയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായി നമുക്ക് ആ ചിത്രത്തെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമുക്ക് വേണമെങ്കിൽ ചിത്രത്തെ റൊട്ടേറ്റ് ചെയ്യാം. പല ആംഗിളുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. റീസെറ്റ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ റീസെറ്റ് ബട്ടൺ ഉണ്ട്, പഴയ പോലെ വരുന്നതാണ്. ദെൻ ക്രോപ്പ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്രോപ്പ് ടൂൾ ഉണ്ട്. ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്ത് കളയാം. അപ്ലൈ കൊടുത്താൽ മതി. ഇനി ഇതല്ല, ഇതിൻ്റെ ഗ്രേ സ്റ്റൈൽ മാറ്റാം. ഗ്രേ സ്കെയിൽ മാറ്റാം, ബ്രൈറ്റ്നസ് കൂട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടോണിലേക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. മിനിമം സെറ്റിങ്സുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ അപ്ലൈ കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇപ്പോൾ ആ ചിത്രത്തിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു പുതിയ ചിത്രം കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഈ ചിത്രം വേണ്ട, ലാസ്റ്റ് 8ാമത്തെ ചിത്രം വേണമെങ്കിൽ നമുക്ക് ആ ചിത്രം ജസ്റ്റ് അതിൻ്റെ ചിത്രം താഴെ പേജ് 8ലെ ചിത്രം കാണാം. അതിൽ ഡിലീറ്റ് എന്ന ഒരു ബിന്ന് കാണുന്നുണ്ട്. ആ ബിന്നിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം റിമൂവ് ആയി പോകും. ഇനി പുതിയത് ഒരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഗാലറി എടുക്കുന്നു. ഗാലറിയിൽ നിന്ന് നമുക്ക് ഒരു ചിത്രം സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ചിത്രം ക്രോപ്പ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞാണ്. ചിത്രം സെലക്ട് ചെയ്ത് ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്തിട്ട് കളയാം. ആവശ്യമുള്ള ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചിത്രങ്ങളെ ഇതിൽ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ അറേഞ്ച് ചെയ്തപ്പോൾ 8 ചിത്രങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്കിത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനിഷ് എന്ന മുകളിൽ ഫിനിഷ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫിനിഷ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതിന് ക്വാളിറ്റി ചോദിക്കുന്നുണ്ട്. പ്രധാനമായും 3 ക്വാളിറ്റിയാണുള്ളത്: ബെസ്റ്റ് ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി, ലോ ക്വാളിറ്റി. ബെസ്റ്റ് ക്വാളിറ്റി ആകുമ്പോൾ ആ ഫയലിൻ്റെ സൈസും കുറച്ച് കൂടുതലായിരിക്കും. മീഡിയം ആകുമ്പോൾ മീഡിയം സൈസ് ആയിരിക്കും. ലോ ക്വാളിറ്റി ആകുമ്പോൾ സ്മോൾ സൈസിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ലോ ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ലോ ക്വാളിറ്റി സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ പേര് കൊടുക്കുന്നു, എൻ്റെ ഫീൽഡ് നെയിം. ഇപ്പോൾ ഒരു പേര് ഞാൻ കൊടുക്കുന്നു. ഇതൊരു ഐലൻഡിലത്തെ കുറച്ച് ചിത്രങ്ങളാണ്. മിനിക്കോയ് എന്ന ഐലൻഡിലത്തെ ചിത്രങ്ങളാണ്. അപ്പോൾ ഞാൻ മിനിക്കോയ് എന്നടിച്ചു. മിനിക്കോയ് ഫോട്ടോസ്. ദെൻ ഓക്കെ നൽകി. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഒരു ചില പരസ്യങ്ങൾ വരും, നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മിനിക്കോയ് എന്ന പേരിലാണ് ഇത് സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാ മുകളിലെ മിനിക്കോയ് photos.pdf എന്ന പേരിൽ നമ്മുടെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. 8 ചിത്രങ്ങളുള്ള നമ്മുടെ PDF ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിത് ആർക്ക് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വാട്സാപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യാം. മുകളിൽ ഷെയർ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ്, ജിമെയിൽ എന്ന രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം.